ഫേസ്ബുക്കിലൊരു ഗ്രൂപ്പുണ്ട്, സനാതന സുനാം എന്നും പറഞ്ഞിട്ട്, സനാതന വിശ്വാസം എന്തെന്നാ ഒരെണ്ണം ഉണ്ട്. അതിനകത്ത് നിന്ന് വന്ന ഒരു ഫോട്ടോയാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. ഇതിനകത്ത് പറയണത് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കോതമംഗലത്ത് കാട്ടാന മറിച്ചിട്ട പന ദേഹത്ത് വീണ് ബൈക്ക് യാത്രക്കാരിയായ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിനി പാലക്കാട് സ്വദേശിനി ആൻ മേരിക്ക് ദാരുണ അന്ത്യം. അപ്പൊ ഈ പെങ്കൊച്ച് മരിച്ച കാര്യമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ബൈക്ക് ഓടിച്ചത് കോതമംഗലം സ്വദേശി അൽത്താഫ്, പരിക്കേറ്റ് ചികിത്സയിൽ. അപ്പം ഇത് ഒരു കുട്ടിക്ക് നടന്ന അപകടം, അതിൽ മറ്റേ പയ്യൻ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇതാണ് ഹൈലൈറ്റ് ചെയ്ത് വരേണ്ട ഒരു വാർത്ത. പക്ഷെ ഇവിടെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ബൈക്ക് ഓടിച്ചത് കോതമംഗലം സ്വദേശി അൽത്താഫ്. ഇതിനെപ്പറ്റി കുലംകുശിതമായി ചിന്തിക്കുന്ന മോഹൻലാലിന്റെ ഫോട്ടോയും വെച്ചിട്ട് കമന്റും. മറ്റു മനുഷ്യരുടെ ഭക്ഷണം പോലും കഴിക്കാത്ത രീതിയിൽ മതചിട്ടകൾ പാലിക്കുന്ന ഇവറ്റകൾ മറ്റു മതങ്ങളിലെ പെണ്ണുങ്ങളോട് മാത്രം കൂട്ടുകൂടുന്നത് എങ്ങനെയാണ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഭീകരമായിരുന്നു ചിന്തിക്കുകയാണ് ലാലേട്ടൻ. അപ്പോൾ ലാലേട്ടൻ്റെ ഫോട്ടോ വെച്ചിട്ട് സനാതനികളാണ് ഇത് സപ്ലൈ ചെയ്തിരിക്കുന്നത്. അവരുടെ ഒരു ഗ്രൂപ്പുണ്ട്, കൂട്ടായ്മയുണ്ട്, സനാതന മർമ്മം. അതിനകത്ത് വന്നതാണ്. സത്യത്തിൽ ഇത് നിങ്ങൾ സംശയിക്കേണ്ട കാര്യമൊന്നുമില്ലടാ. ഞാനും ഇത് കുറേ പ്രാവശ്യം ഇരുന്ന് ആലോചിച്ചു, എന്തായിരിക്കും ഈ പിള്ളേർക്ക് ഇതെന്താ അങ്ങനെയെന്ന്. നിങ്ങൾ ആരിഫ് കിണ്ണാപ്പനെ കൊണ്ടൊക്കെ ഈ സുന വെട്ടിക്കളഞ്ഞാൽ എനിക്കും സുന പൊങ്ങില്ല എന്നൊക്കെ പറഞ്ഞ് പരത്തി എങ്ങനെയെങ്കിലും ആ വിഭാഗത്തിൽ നിന്ന് താഴ്ത്താൻ ശ്രമിക്കും തോറും പിള്ളേരെല്ലാം അങ്ങോട്ട് പോവുകയാണല്ലോടാ. അതാണ് ചിലപ്പോൾ നിങ്ങളുടെ സുന ഈസ് നോട്ട് വർക്കബിൾ കണ്ടീഷൻ ആയിരിക്കാം, അതുകൊണ്ടായിരിക്കാം പെൺപിള്ളേർ അങ്ങോട്ട് ഇടിച്ചു കയറി പോകുന്നത് അല്ലേ. വാസ്തവത്തിൽ സ്ത്രീകൾക്കെതിരെയുള്ള അവഹേളനം എല്ലാ മതത്തിലും ഉണ്ട്, എല്ലാത്തിലും ഉണ്ട്. സനാതനികൾക്ക് പണ്ട് മനസ്സിലാകാത്ത പല കാര്യങ്ങളും ഉണ്ട്. സനാതനികൾ ഇങ്ങനെ പല കോപ്രായങ്ങളും പറഞ്ഞുകൊണ്ട് നടക്കുകയും ചെയ്യും. ഇവർക്ക് കിട്ടേണ്ട പരിഗണന അല്ലെങ്കിൽ സംരക്ഷണം അത് കിട്ടുന്നിടത്തുനിന്ന് കിട്ടുന്നു, അങ്ങനെ പിള്ളേർ അങ്ങോട്ട് പോകണം. അതും അതിനേക്കാൾ ഏറ്റവും ഈസി ആയിട്ട് പറയുന്നത് ഹോർമോൺ വ്യതിയാനങ്ങൾ സംഭവിക്കുന്ന സമയത്ത് ഒരുത്തർക്ക് ഒരാളോട് തോന്നുന്ന അട്രാക്ഷനാണ്. സിമ്പിൾ ലോജിക്കാണ്. ആണിന് പെണ്ണിനോട് തോന്നുന്ന അട്രാക്ഷൻ. അവിടെ ആണും പെണ്ണുമാണ് അവിടെ ഹൈലൈറ്റ് ചെയ്യുന്നത്. അവൾക്ക് യോനിയുണ്ടോ ഇവന് ലിംഗം ഉണ്ടോ എന്നുള്ളത് മാത്രമാണ് കാര്യമായിട്ട് നമ്മൾ നോക്കുക. പിന്നെ കാണാനൊക്കെ കൊണ്ടായിരിക്കണം, അത്യാവശ്യം ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരിക്കണം എന്നൊക്കെ പെണ്ണുങ്ങൾ നോക്കുമായിരിക്കാം. എനിക്ക് അത്രയൊക്കെ അറിയുള്ളൂ. അതിനപ്പുറം അവൻ്റെ മതം ഏതാ ജാതി ഏതാന്ന് നോക്കുന്ന ഒരു കാലഘട്ടം ഇപ്പോഴാണുള്ളത്. മുമ്പൊന്നും അങ്ങനെയില്ല. അതാണ് ദിവ്യ പ്രണയങ്ങളൊക്കെ ഒരുപാട് നടന്നത്. ഇവിടെ ദിവ്യ പ്രണയത്തിൻ്റെ ഒരു എക്സാമ്പിൾ, ബക്കത്തൊരു സ്ത്രീ ഉണ്ടല്ലോ, അവരുടെ പേരെനിക്ക് ഓർമ്മയില്ല. അതൊക്കെ പണ്ട് കാലഘട്ടങ്ങളിൽ ഈ സനാതനികൾ ഒരുപാട് കാര്യങ്ങളൊക്കെ എഴുതി വയ്ക്കാൻ, മതചിട്ടകളുടെ കാര്യം പറയുകയാണെങ്കിൽ പണ്ടത്തെ കാര്യങ്ങൾ നമ്മൾ കുറേയേറെ എടുത്തു പറയുന്നതിൻ്റെ റീസൺ എന്തെന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഇതൊക്കെ ഒന്ന് പൊടിതട്ടി എടുത്തുകൊണ്ട് വരണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. ഇവറ്റകളുടെ ആക്രമണം താങ്ങാൻ വയ്യാത്തത് കൊണ്ടാണ് പലരും അങ്ങോട്ട് തള്ളിക്കയറി പോണത്. എല്ലാ വിഭാഗത്തിലുണ്ട്. ഇപ്പം ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ വന്നു, ജയ് ഹേ വന്നു. ഇതിലൊക്കെ തന്നെ ഇസ്ലാമിൻ്റെ തീവ്രതയല്ല കാണിക്കുന്നത്, അത് ആ വിഭാഗത്തിലുള്ളതിൻ്റെ തീവ്രതയാണ് കാണിക്കുന്നത്. എല്ലായിടത്തും ഉണ്ട്, എല്ലായിടങ്ങളിലും ഉണ്ട്. അവിടെ ഉള്ളതുപോലെ ഇവിടെയുണ്ട്. പിന്നെ മതത്തിൻ്റെ പേരിൽ അയ്യോ ആഹാരത്തിൻ്റെ കാര്യത്തിൽ നീക്കി നിർത്തും. നിങ്ങളുടെ മതചിട്ടകൾ എന്താണെന്ന് വല്ല ഓർമ്മയുണ്ട്? പണ്ട് കുമാരനാശാൻ എഴുതിയ ഒരു കവിത പറയാം, അതിനകത്തുണ്ട് കുറേയധികം കാര്യങ്ങൾ. കുമാരനാശാൻ തൻ്റെ ദേഷ്യം, അതായത് ഈ ജാതീയ വ്യവസ്ഥയോടുള്ള ഒരു പുള്ളിക്ക് പറ്റിയ രീതിയിൽ, പുള്ളിയെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അത്യാവശ്യം നല്ല സാഹിത്യത്തിലൊരു വിഷയം പറഞ്ഞിട്ടുണ്ട്. ചണ്ടാളിതൻ മെയ്യ് ദ്വിജന്റെ ബീജപിണ്ഡത്തിന് ഊഷരമാണോ എന്ന് വെച്ചാൽ, ചണ്ടാലി എന്ന് പറഞ്ഞാൽ നീചകുലജാതി, അവരുടെ മെയ്യ് ശരീരം ദ്വിജന്റെ ബ്രാഹ്മണന്റെ ബീജപിണ്ഡത്തിന് ഊഷരമാണോ? ഊഷരം എന്ന് പറഞ്ഞാൽ അറിഞ്ഞൂടെ? കുഴപ്പമില്ലെന്നാണ് ചോദിക്കുന്നത്. ഈ പാണൻ പറയാൻ പലയൻ പക്കൻ ബുക്കൻ എന്നൊക്കെ പറഞ്ഞ് മാറ്റി നിർത്തുകയും കുഴി കുത്തി കൊടുക്കുകയും ഒക്കെ ചെയ്തിരുന്ന സമ്പ്രദായത്തിൽ അവന്റെ പെണ്ണിന് അയിത്ത ഉണ്ടായിരുന്നില്ല. ആ പെണ്ണിന്റെ യോനിക്ക് പ്രത്യേകിച്ച് അയിത്തൊന്നും ഉണ്ടായിരുന്നില്ല. അത് ഹലാൽ യോനിയായിരുന്നു. അവരെല്ലാം ഹറാമാണ്, പക്ഷെ ആള് ഹലാലാണ്. ആ പെണ്ണിന്റെ യോനി ഹലാലായിരുന്നു ബ്രാഹ്മണക്കുന്നവന്മാർക്ക്. അങ്ങനെയൊക്കെ കുറെ ചരിത്രം അതിനകത്തുണ്ട്. നിങ്ങൾ ഈ ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് ഇസ്ലാമിനെതിരെ ഓരോന്ന് പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്കൊക്കെ ഇത് പറയേണ്ടി വരുന്നത്. അല്ലാതെ നിങ്ങളുടെ സംസ്കാരത്തിനെ കളിയാക്കുന്നതല്ല. നമ്മുടെ സംസ്കാരങ്ങളിൽ ഒരുപാട് വൃത്തികേടുകളും ഉച്ചനീചത്വങ്ങളും അപമാനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഇന്നും ഈ വിഭാഗത്തിൽ നിന്ന് ആ വിഭാഗത്തിലേക്ക് കെട്ടുന്നതിന് എന്ന് നോക്കുന്ന നിങ്ങൾ, ഈ ഇടയ്ക്ക് മരണപ്പെട്ട ഒരു പെൺകുട്ടിയില്ലേ, വലിയ സമുദായത്തിലുള്ള പയ്യനെ പ്രേമിച്ചു എന്ന് പറഞ്ഞ് ഈഴവ സമുദായത്തിലുള്ള കൊച്ചിൻ്റെ നെഞ്ചിൽ പള്ളയിൽ കുത്തി കയറ്റിയും കൊന്നു കളഞ്ഞു. അത്ര പോലും സഹിക്കാൻ വയ്യ. ഇത് രണ്ടിനെയും അവിടെ കയറ്റൂലായിരുന്നു. എവിടെ? അമ്പലത്തിൽ. ഒരു 100 വർഷം മുമ്പ് വരെ
ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം, സഞ്ചാര സ്വാതന്ത്ര്യത്തിന് യുദ്ധം ചെയ്ത കൂട്ടരാണ്, ഒരുമിച്ച് നിൽക്കേണ്ടവരാണ്. പക്ഷെ അവർക്ക് ഇപ്പോഴും, അവർക്ക് പോലും ഉണ്ട് ഈ നീചത്വം, ഉച്ച നീചത്വം. പിന്നെ ബ്രാഹ്മണക്കുന്നതിൻ്റെ കാര്യം പറഞ്ഞിട്ട് കാര്യമുണ്ട്. രണ്ട് വ്യക്തികൾ തമ്മിലുള്ള പ്രണയം, രണ്ട് വ്യക്തികൾക്ക് പരസ്പരം ഇഷ്ടപ്പെടുന്നു, അത് ഏതോ ആകട്ടെ, മിക്സഡ് കമ്മ്യൂണിറ്റിയാണ്, മതേതര രാജ്യമാണ്, സെക്കുലറിസം മുന്നോട്ട് വയ്ക്കുന്ന ഒരു രാജ്യത്ത് എപ്പോഴും ഇന്റർകാസ്റ്റ് മാരേജ് നല്ലതാണ്. സിനിമയ്ക്കകത്തൊരു ഡയലോഗുണ്ട്, അച്ഛനും അമ്മയും തമ്മിൽ തല്ലുകയാണ്, അച്ഛൻ്റെ കൂട്ടക്കാരും അമ്മയുടെ കൂട്ടക്കാരും തമ്മിൽ തല്ലുകയാണ്. അപ്പോൾ കൊച്ചിങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കും, അച്ഛൻ്റെ കൂടെ ചേരണോ അമ്മയുടെ കൂടെ ചേരണോ, അച്ഛൻ്റെ ആൾക്കാരെ വെട്ടണോ അമ്മേൻ്റെ ആൾക്കാരെ വെട്ടണോ എന്ന് ചിന്തിക്കില്ലേ. അവിടെ ഇതൊരു മതേതരത്വ രാജ്യമായിട്ട് പൂർണ്ണമായി മാറും എന്നുള്ളതാണ്. ചില ചിട്ടവട്ടങ്ങൾ എല്ലാവർക്കും ഉണ്ട്, എല്ലാ വിഭാഗക്കാർക്കും ഉണ്ട്, അത് നിങ്ങൾക്കും ഉണ്ട്, അവർക്കും ഉണ്ട്. ഹലാലായ ഭക്ഷണം എന്ന് പറയുന്നത് അവരവരുടെ ആൾക്കാരോട് പറയുന്നതാണ്. എന്ത് ഭക്ഷണവും പന്നി ഇറച്ചി ഒഴികെ വിസ്മി ചൊല്ലി കഴിച്ചാൽ ഹലാലാകുമെന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. അതിൻ്റെ മേളിലുണ്ടെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള മനുഷ്യർ, ചില മണ്ടന്മാർ മതൂത്തികളുടെ ഭ്രാന്ത് കൊണ്ട് ചില കാര്യങ്ങൾ എടുത്തു വെച്ച് പറയുമ്പോൾ അതിനെ ബൂസ്റ്റപ്പ് ചെയ്തുകൊണ്ട് ഈ രീതിയിൽ അവഹേളിക്കേണ്ട കാര്യമില്ല. ഒന്നിച്ച് പഠിക്കുന്ന സഹപാഠികൾ പ്രണയിക്കുകയോ ഒന്നിച്ച് സഞ്ചരിക്കുകയോ ഒക്കെ ചെയ്തോട്ടെന്ന്. അതൊരു വലിയ കേസായിട്ട് എടുക്കുന്നത് എന്തിനാ? ഇപ്പോൾ സുൽത്താനെ കല്യാണം കഴിച്ച് മറ്റേ മവൻ ആരെങ്കിലും അവനെ കൊല്ലാൻ വരുന്ന ഇല്ലല്ലോ. പക്ഷെ അതിങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് ബൂസ്റ്റപ്പ് ചെയ്ത് മതൂതികൾ സ്പ്രെഡ് ചെയ്യുമ്പോൾ മറ്റൊരു തലത്തിലേക്ക് പോകുന്നുണ്ട്. ഈ വശത്തുമുണ്ട് ആ പ്രശ്നം, ആ വശത്തും പ്രശ്നമുണ്ട്. BK ബൈജുവിൻ്റെ അപ്പൻ ആരാന്നറിയത്തില്ലേ? അതൊരു ഇസ്ലാമ, അത് നിങ്ങൾക്ക് അറിയത്തില്ലേ? തീട്ടം ബൈജു ഒരു ഇസ്ലാമിൻ്റെ പ്രോഡക്റ്റാ, അവൻ്റെ വാപ്പാണ്. ആ തള്ള എന്ന് പറഞ്ഞു കേട്ടില്ലേ, എന്നെ തെറി വിളിക്കരുത്, എനിക്ക് അബദ്ധപ്പെട്ടതാണ്, ഇങ്ങേരുടെ സുന ശരിയാവാത്തത് കൊണ്ടാണ് ഞാൻ അങ്ങേരെ കൂടെ പോയതെന്ന്. അപ്പം സുന ശരിയാകാത്തൊരു പ്രോബ്ലം നിങ്ങൾക്കിടയിൽ ഉണ്ടെന്നാണ് ഇത്. ഈ സനാതന മർമ്മം പ്രസിദ്ധീകരിക്കുന്നവരൊന്നും ഓർത്താൽ മതി, സനാതന മർമ്മത്തിൽ ഇതിനും കൂടെ വൈദ്യം കണ്ടുപിടിക്കുക, വല്ല അശ്വഗന്ധോ വല്ലതൊക്കെ രസായനമൊക്കെ കലക്കി കൊടുക്കവന്മാർക്ക്. അപ്പോൾ പിന്നെ പെണ്ണുങ്ങൾ കളഞ്ഞിട്ട് ഓടത്തില്ല. ചെലവിനും കൊടുത്ത് നന്നായി കൂടെ നോക്കിക്കഴിഞ്ഞാൽ അന്തസ്സായിട്ട് കൂടെ നിൽക്കും. രണ്ട് വിഭാഗത്തിലും ക്രിമിനൽസുകളുണ്ട്. ഭാര്യ മറ്റൊരുത്തൻ്റെ കൂടെ പോകുമ്പോൾ അവളെ തീപ്പെട്ടി പെട്രോൾ ഒഴിച്ച് കത്തിച്ച് കളയല്ല വേണ്ടത്. എന്താണ് അതിനുണ്ടായ കാരണം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ തെറ്റുകൾ തിരുത്താൻ തയ്യാറാകുന്നിടത്ത് ഈ പ്രോബ്ലം സോൾവ് ആകും. അല്ലാതെ ഇതിന് ഏതിനും ഇസ്ലാമിൻ്റെ നെഞ്ചത്തോട്ട് കയറുന്ന രീതി അങ്ങ് നിർത്തി വയ്ക്കുന്നതാണ് നല്ലത്. അപ്പം ഇതേപോലെ കൃത്യമായി കാര്യങ്ങൾ പറയാൻ മനസ്സിലാക്കി തരാൻ നിങ്ങളുടെ കൂട്ടത്തിൽ ആൾക്കാരില്ലാത്തത് കൊണ്ടാണ് എല്ലാത്തിനും ഒരു സംഗീത സംഗീത സുനായുമായിട്ട് നിൽക്കുന്നതെന്നാണ്. ഇതിനോടനുബന്ധിച്ച് എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ട്. അപ്പം ആ കമൻറ്റും കൂടെ ഒന്ന് വായിക്കാം. എന്താണ് ഈ ലവ് ജിഹാദ് അല്ലെങ്കിൽ ലവ് ജിഹാദിനോടനുബന്ധിച്ചിട്ടുള്ള ഒരു ഇഷ്യൂ എന്നതിനെ റിലേറ്റ് ചെയ്ത് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ കമൻറ്റ് എടുക്കുന്നത്. അരുണൻ വള്ളത്തേരിൽ ഇന്നലെ ഞാനിട്ട ഒരു പോസ്റ്റിനോടനുബന്ധിച്ചിട്ട് അവൻ പറഞ്ഞ ഒരു കമൻറ്റാണ്. P. മോഹനൻ മാസ്റ്റർ ഷെഫീന അറിയാതെ പോയി. ആ വിഷയത്തിന് ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട്, അത് ഇതിനകത്തത് പറയുന്നില്ല. പക്ഷേ അവിടെയും RSSനെ ഒന്ന് ഞോണ്ടാൻ ഷെഫീന മറന്നില്ല. പിന്നെ 100% RSS എന്ന് പറയുന്ന വർഗീയതയെ ഞാൻ തീർച്ചയായിട്ടും ഞോണ്ടും, തീർച്ചയായിട്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചെയ്യും. VS അച്യുതാനന്ദൻ സംഘിയുമായി ഈ ഒരു കാര്യമാണ്. VS അച്യുതാനന്ദൻ ലവ് ജിഹാദിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പറയാനുണ്ടായ കാരണം സെൻകുമാർ എന്ന് പറയുന്ന തീട്ട സംഖ്യയായിരുന്നു അന്ന് പോലീസ് മേധാവി. അപ്പോൾ പോലീസ് മേധാവിയായ അയാൾ കൊടുത്ത റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അച്യുതാനന്ദൻ അന്ന് അങ്ങനെ ഒരു കാര്യം പറഞ്ഞത്. അതിനപ്പുറം അതിന് വലിയ വാല്യൂ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. പക്ഷേ ആ കാര്യമാണ് ഞാൻ സൂചിപ്പിച്ചത്. ഉടനെ ഞാൻ അച്യുതാനന്ദന്റെ സംഘി എന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ല. ഓക്കെ, മതേതര ഷെഫീന ഇപ്പോൾ സംസാരിക്കുന്ന മുസ്ലിം സമൂഹത്തിന്റെ പേടി മാറ്റാനാണ്. തീർച്ചയായിട്ടും അവർക്ക് പേടിയുണ്ടെങ്കിൽ ആ പേടി മാറ്റുക എന്നുള്ള എൻ്റെ ഉത്തരവാദിത്തമാണ്. ഞാൻ പറയുക തന്നെ ചെയ്യും. എന്തിനാ പേടിക്കുന്നത്? 26% ആയതിൻ്റെ 2047 അസ്ത്രം ഗഫൂർ സിദ്ധാന്തം ഷെഫീന കൂടെ ഓർമ്മിപ്പിക്കാൻ മറക്കുന്നില്ല. എടാ, നീ നിന്റെ അമ്മയടുത്ത് പോയി ഇടയ്ക്കിടയ്ക്ക് നിന്റെ അച്ഛൻ ആരെന്ന് ചോദിക്കും. ചിലപ്പോൾ അത് ഏതെങ്കിലും വാപ്പ ആയിരിക്കും, മനസ്സിലായി, ഏതാ മേത്തം കയറി ഉണ്ടായതായിരിക്കും. അതുകൊണ്ടാണ് നിനക്ക് ഈ ചോദ്യങ്ങളും ടെൻഷൻസും ഒക്കെ പിന്നെയും വരുന്നത്. ഷെഫീന പറയുന്നത് മതമല്ല, പക്ഷെ ആഹ്വാനം മുഴുവൻ 26% മാത്രമാണ്. അപ്പൊ ബോധ്യപ്പെട്ടേ? ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഷെഫീന പറയണ മതമല്ല, അവന്മാർക്ക് എന്നെ പിടിയാകൂല അത് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ എന്താ പറയണേ? ആഹ്വാനമാണ്. തീർച്ചയായിട്ടും എൻ്റെ മതവിശ്വാസത്തിൽ, ഞാൻ ജനിച്ചു വളർന്ന മതവിശ്വാസത്തിലുള്ള ജനതയോട് എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ പറയണത് ആഹ്വാനം തന്നെയാണ്. ആ ആഹ്വാനം അവർ കേൾക്കുകയാണെങ്കിൽ നീയൊക്കെ 0 ഡിഗ്രിയിലേക്ക് പോകുമെന്ന് എനിക്ക് കുറച്ച് വിശ്വാസവുമുണ്ട്. ബാക്കി 74% വർഗീയവാദികളാണ്. അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം, 26% എന്ന് പറയുന്ന മനുഷ്യർ മുഴുക്ക തീവ്രവാദികളാണ് എന്ന് പറയുമ്പോൾ 26% കേട്ടോണ്ടിരിക്കണമെന്നാണ് നീ പറയുന്നത്. നിങ്ങളപ്പോൾ 74% നല്ലവരാണെന്ന് അതിന് ധ്വനിയുണ്ടോ? നീ അങ്ങനെ പറയുമ്പോൾ ബാക്കി എല്ലാവരും നല്ലവരാണെന്ന് ധ്വനിയുണ്ടോ? മറ്റവരെല്ലാം മോശമാണെന്ന് ധ്വനിയുണ്ടോ? അങ്ങനെ നീ ഇട്ടാവട്ടത്തിൽ നിന്ന് പിടിക്കല്ലേ.
എടാ നിന്റെ പഞ്ചായത്തിലേക്ക് നോക്കിയിട്ട് നിന്റെ അമ്മച്ചി പറയണം ഈ പഞ്ചായത്തിൽ ഉള്ള ഒരാളാണ് നിന്റെ തന്ത എന്ന് പറഞ്ഞാൽ നീ പഞ്ചായത്തിലുള്ള മുഴുക്ക നീ തന്തയെന്ന് വിളിക്കൂ? ഇല്ലല്ല, ഏതാ ഒരുത്തരെന്നല്ലേ തള്ള പറഞ്ഞത്. നീ അത് കോൺസെൻട്രേറ്റ് ചെയ്യ്. മുസ്ലിം സമൂഹം ഒന്നാകെ നിരത്തിലിറങ്ങി ഹൈക്കോടതിയെ വെല്ലുവിളിച്ച് ലോകത്തിൽ ആദ്യമായി ഒരു അനശ്വര പ്രേമ വിവാഹം നടത്തിക്കൊടുത്തു. ഇപ്പോൾ ആ കുട്ടിയുടെ സ്ഥിതി എന്താണാവോ? ജിഹാദികൾ ഇല്ലാത്തടം അത് കേരളം. ജിഹാദികൾ ഉണ്ടായാൽ എന്താ? ജിഹാദ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ഒരു വിഭാഗം ജനതയെ ആക്രമിക്കുമ്പോൾ ആ ജനതയ്ക്ക് വേണ്ടി ഒരാൾ ബലി ഒഴിക്കപ്പെടുന്ന ഒരു രീതിയുണ്ട്. ബലി എന്ന് പറഞ്ഞാൽ കഴുത്ത് വെട്ടുക എന്നല്ല, മുന്നിൽ നിന്നുകൊണ്ട് ആ സമൂഹത്തിനെ മറ്റുള്ളവർ ആക്രമിക്കാതിരിക്കാൻ നിന്നുകൊണ്ട് പൊരുതി അതിനു വേണ്ടിയിട്ട് നിൽക്കുന്ന വ്യക്തിയെ ജിഹാദി എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ഞാൻ ജിഹാദിയാണ്, എനിക്കങ്ങനെ ജിഹാദി ആകാൻ തന്നെയാണ് ഇഷ്ടം. അപ്പോൾ അവൻ്റെ കമൻറ്റിൻ്റെ മറുപടിയാണ് ഈ പറഞ്ഞത്. ഇതാകെ മൊത്തത്തിൽ കോംപ്ലിക്കേഷൻ ആയല്ലേ? വസ്തുത എത്രയേ ഉള്ളൂ. ഇന്റർകാസ്റ്റ് മാരേജുകൾ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രാജ്യത്ത് നിന്നുകൊണ്ട് ഇന്റർകാസ്റ്റ് മാരേജിനെതിരെ ലവ് ജിഹാദ് എന്ന രൂപേണ ഈ പ്രചരിപ്പിക്കുന്ന വൃത്തികേടിനെതിരെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇസ്ലാം മതത്തിലെ പെൺകുട്ടികൾ അനുഭവിക്കുന്ന ഒരു പ്രോബ്ലം ഉണ്ട്. അവരെ തീവ്രമായ മതബോധം വളർത്തി കൊടുത്ത് മതത്തിന്റെ ഇതിലേക്ക് ചട്ടക്കൂടിലേക്ക് ഒതുക്കുന്ന ഒരു രീതിയുണ്ട്. അത് നിർത്തലാക്കിക്കൊണ്ട് ആ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുത്താൽ അടുത്ത ജനറേഷനിലെ ആൺകുട്ടികൾക്കും വിദ്യാഭ്യാസം കിട്ടും, അവർ മുന്നോട്ട് വരും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പോൾ അത് നടക്കുന്നുണ്ട്, കാര്യമായിട്ട് അത് നടക്കുന്നുണ്ട്. അപ്പം ആ വിഷയത്തിനെ പറ്റി പറയുമ്പോൾ മെയിനായിട്ട് ഈ പഠിക്കാൻ വിടുന്ന കുട്ടികൾ മറ്റ് മതസ്ഥരോട് ഓടിപ്പോകുന്ന രീതി ഇസ്ലാമിലും ഉണ്ട് ഈ ചിന്താധാര. അതേപോലെ ഇസ്ലാം ആൺകുട്ടികളെ കണ്ടുകൊണ്ട് ഈ പെൺകുട്ടികൾ ഇറങ്ങിപ്പോകുന്നതും ഉണ്ട്. ഇത് ഇന്റർകാസ്റ്റ് മാരേജ് ഇവിടെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കാര്യമാണ്, ഇവിടെ നടക്കണമെന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. പക്ഷെ അത് രണ്ട് വിഭാഗക്കാരും തമ്മിൽ എടുക്കുന്നതാണെങ്കിൽ ലവ് ജിഹാദ്, ലവ് കുരുക്ഷേത്ര എന്നതിനപ്പുറം രണ്ട് വ്യക്തികൾ തമ്മിലുള്ള പ്രണയമാണ്. നേരത്തെ പിന്നെ കോടതിയെ വെല്ലുവിളിച്ച ആളുകൾ ഇറങ്ങി എന്ന് പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത്, രണ്ട് വ്യക്തികൾ വിവാഹം കഴിച്ചു അവർക്ക് ചേർന്ന് പോകാൻ പറ്റുന്നവർ പിരിഞ്ഞു പോകും, അത്ര തന്നെ. അത് ആ പെൺകുട്ടിയുടെ കൈയിരിപ്പ്, ആ ചെറുക്കൻ്റെ കൈയിരിപ്പ്. അതിനെ നിങ്ങൾ പ്രേമത്തിന് വെച്ചാൽ എത്രയോ പ്രണയങ്ങൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന എത്രയോ നല്ല പ്രണയങ്ങളുണ്ട്. പ്രേമിച്ച് വിവാഹം കഴിച്ചവർ തന്നെ കുറച്ച് കഴിയുമ്പോൾ തമ്മിത്തല്ലി വേറെ പോകുന്നതും കാണാം. അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സാണ്. തന്തയില്ലാഴിക, ഒരാളുടെ തന്തയില്ലാഴിക മാറ്റാനൊന്നും പൊതുസമൂഹത്തിന് പറ്റത്തില്ല. അത് തന്തയില്ലാഴിക എന്ന് തന്നെ പറയേണ്ടി വരും. ആകെ മൊത്തത്തിൽ ഈ കുത്തിക്കഴപ്പും കൊണ്ട് സനാതനികളും അതേസമയം തീവ്രമായിട്ടുള്ള മത തീവ്രവാദികളും അവിടെ ഇരുന്ന് കരയും എന്നതിനപ്പുറം ഒരു പ്രയോജനം ഇതിനകത്ത് ഉണ്ടാവില്ല എന്നുള്ളതാണ് വസ്തുത. രണ്ടുപേർക്ക് രണ്ട് സൈഡിൽ ഇരുന്ന് കഴിക്കാം. നിങ്ങൾക്ക് പ്രേമിക്കണമെന്നെങ്കിൽ നിങ്ങൾ പ്രേമിക്കുന്നേ, ഒരു കുഴപ്പമില്ല. മതാടിസ്ഥാനത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെ ജീവിക്കുക, അല്ലാത്തവർ അങ്ങനെ ജീവിക്കുക. പ്രണയിക്കുന്നതിനൊക്കെ മതം കൊണ്ടുവന്ന് കുത്തിക്കയറ്റുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തതാണ്. ഇവിടെ ലവ് ജിഹാദും ഇല്ല, ലവ് കുരുക്ഷേത്രവും ഇല്ല. അങ്ങനെ ഏതെങ്കിലും രീതിയിലൊരു കുരുക്ഷേത്രമോ ജിഹാദോ ഒക്കെ വന്നാൽ അത് പ്രണയവുമല്ല, അത് വേറെന്തെങ്കിലും ആയിരിക്കും, കാമക്കേളികളായിരിക്കും. എനിക്കതേ പറയാനുള്ളൂ. ഞാൻ പറഞ്ഞതിന് മറ്റൊരു ദ്വയാർത്ഥം കൊണ്ടുവരേണ്ട കാര്യമില്ല. ഞാൻ വ്യക്തമായി പറഞ്ഞതാണ്. സനാതനികൾക്ക് അങ്ങനെയാണല്ലോ തോന്നുന്നത്. ഇപ്പം ഒരു പയ്യനും പെണ്ണും കൂടെ ബൈക്കിൽ യാത്ര ചെയ്ത് എവിടെയും കണ്ട വീണു, പെൺകുട്ടി മരണപ്പെട്ടു പോയി. ആ കുട്ടി മരിച്ചതിൽ അനുശോചനം പറയുന്നതിന് പകരം അവൻ പോയതാരെ കൂടെ അവനുമായിട്ടുള്ള എന്താ റിലേഷൻ, മരിച്ചു പോയ കുട്ടിക്ക് കൂടെ നാണക്കേടുണ്ടാക്കുന്ന രീതിയിൽ കാര്യങ്ങൾ വളച്ചൊടിച്ച് കൊണ്ടുവരികയാണ്. സുഹൃത്തുക്കളാകാൻ പാടില്ലേ, അവരെവിടെയെങ്കിലും പോയിട്ട് വരുന്നതായിരിക്കാം. അങ്ങനെ കൊണ്ടുവരുന്നതിന് പകരം ആ പെൺകുട്ടി ജിഹാദിയെ പ്രേമിച്ചു, ജിഹാദിയുടെ കൂടെ പോയി എന്തൊക്കെയാണ് പറയണത്. ഇതൊക്കെ തന്നെയാണ് കുഴപ്പം. ഈ ലവ് ജിഹാദി എന്ന് പറഞ്ഞ സംഗതി അച്യുതാനന്റെ ചെവിയിലേക്ക് എത്തിച്ചു കൊടുത്തത് വടയാർ സുനിയാണ്. ആ നാറി കേരള കൗമുദിയിൽ കയറിയിരുന്നുകൊണ്ട് കൊണ പറഞ്ഞ് അത് ആ പത്രത്തിനൊരു പ്രത്യേകതയുണ്ട്. ആ പത്രത്തിൻ്റെ ആ പ്രസ്റ്റീജും പ്രിവിലേജും മനസ്സിലാക്കാതെ അതിനെപ്പറ്റി മോശം പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അതിനകത്തിരുന്നു കൊണ്ട് ഈ തോന്നിവാസം കാണിച്ച ആ വൃത്തികെട്ടവൻ്റെ കളി 20 കൊല്ലം മുമ്പ് ഇത് എല്ലാ മാധ്യമങ്ങളും എടുത്തു വെച്ച് അർമാദിക്കുന്ന രീതിയിലേക്ക് അവൻ്റെ ആ സ്റ്റേറ്റ്മെൻറ്റ് പോയി എത്തി എന്നുള്ളതാണ് വസ്തുത. അതിനകത്ത് അച്യുതാനന്ദനും പെട്ടുപോയി എന്നതിനപ്പുറം അച്യുതാനന്ദ സംഖ്യയാണെന്ന് ഞാൻ പറഞ്ഞതിന് അർത്ഥമില്ല. എന്തെങ്കിലും വായ്ത്താളങ്ങൾ പറയുക എന്നതിനപ്പുറം ഇതിനകത്തൊക്കെ ഒരു മൂല്യം പോലും ഞാൻ കൊടുക്കുന്നില്ല. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് കമൻറ്റ്. ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് രേഖപ്പെടുത്തുക. അങ്ങനെയാണെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസുമായിട്ട് ഞാൻ ഈ ലവ് ജിഹാദിനെ പറ്റി ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.